മലയാള മാധ്യമരംഗത്ത് വർഷങ്ങളായി മേധാവിത്വം പുലർത്തിക്കൊണ്ടിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന് വലിയൊരു എതിരാളിയായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി നിൽക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ പലതവണ റിപ്പോർട്ടർ ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നത് കാണാൻ കഴിഞ്ഞു. 3 ചാനലുകൾ, അതായത് ഏഷ്യാനെറ്റ് ന്യൂസ്, റിപ്പോർട്ടർ ടി വി, 24 ന്യൂസ് എന്നിവ തമ്മിലുള്ള കടുത്ത മത്സരമാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാർക്ക് റേറ്റിംഗ് ആധികാരികമാണോ അല്ലയോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തെത്തുക എന്നുള്ളത് തന്നെയാണ് ചാനലുകളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുവാൻ കടുത്ത മത്സരമാണ് ചാനലുകൾക്കിടയിൽ നടക്കുന്നത്. റിപ്പോർട്ടർ ടി വി പുതിയ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുന്നതിന് മുൻപ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പലതവണ 24 ന്യൂസ് മത്സരിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ വർഷങ്ങളായി മലയാള വാർത്താ മാധ്യമ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ ഭയപ്പെടുത്തി തുടങ്ങിയത് റിപ്പോർട്ടർ ടി വിയുടെ വരവ് തന്നെയാണ്. കഴിഞ്ഞ മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 2 ആഴ്ച റിപ്പോർട്ടർ ടി വിക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന് മുകളിൽ മേധാവിത്വം നിലനിർത്താൻ കഴിഞ്ഞിരുന്നു. മാത്രമല്ല, മറ്റൊരു പ്രധാന കാര്യം കൂടി ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്ന് 3-ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളത് സംസ്ഥാനത്തെ മാധ്യമരംഗത്തെ മുഴുവൻ ഞെട്ടിച്ചിരുന്നു. റിപ്പോർട്ടർ ടി വിക്ക് പിറകിൽ 2-ാം സ്ഥാനത്തേക്ക് 24 ന്യൂസ് എത്തിയപ്പോൾ ചാനലുകളിൽ ഒന്നാമനെന്ന പേരെടുത്ത ഏഷ്യാനെറ്റ് ന്യൂസ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു. ഇപ്പോഴിത് പുതിയ ബാർക്ക് റേറ്റിംഗ് വീണ്ടും പുറത്തു വന്നിരിക്കുന്നു. വീണ്ടും ഏഷ്യാനെറ്റ് ന്യൂസിനെ പിന്തള്ളി റിപ്പോർട്ടർ ടി വി 1-ാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുകയാണ്. ഈ തിരിച്ചു കയറി വരവിലൂടെ ചില കാര്യങ്ങൾ റിപ്പോർട്ടർ ടി വി വ്യക്തമായി തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കേരളത്തിലെ ഇടതുപക്ഷ സഹയാത്രികരായ ജനങ്ങളുടെ പ്രിയപ്പെട്ട ചാനലായി റിപ്പോർട്ടർ ടി വി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൽ പ്രധാനം. അതിനൊപ്പം തന്നെ VS അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിനെ കൂടി ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം അന്തരിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന വിലാപയാത്ര ആദ്യാവസാനം സംപ്രേഷണം ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതോടെയാണ് റിപ്പോർട്ടർ ടി വിക്ക് അവരുടെ 1-ാം സ്ഥാനം തിരിച്ചു പിടിക്കാനായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതുമാത്രമാണോ റിപ്പോർട്ടർ ടി വിയുടെ ഈ മുന്നേറ്റത്തിന് കാരണമെന്ന് ചോദിച്ചാൽ അല്ലെന്ന് ഞാൻ പറയൂ. റിപ്പോർട്ടർ ടി വിയുടെ ഈ മുന്നേറ്റത്തിൽ ചാനലിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ സ്മൃതി പരുത്തിക്കാടിനും ഒരു പാട്ടിനും കാര്യമായ പങ്കുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മലയാളം ടെലിവിഷൻ ന്യൂസ് ചാനലുകളുടെ തലതൊട്ടപ്പനായി നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ബാർക്ക് റേറ്റിംഗിൽ 3-ാം സ്ഥാനത്തേക്ക് പോയ കാര്യം ഞാൻ പറഞ്ഞല്ലോ. റിപ്പോർട്ടർ ടി വിയും 24 ന്യൂസും 1-2 സ്ഥാനത്തെത്തിയപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ആദ്യമായാണ് അന്ന് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന് അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ആഴ്ചകളിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന റിപ്പോർട്ടറിനെ 3-ാം സ്ഥാനത്തേക്ക് മാറ്റി ഏഷ്യാനെറ്റ് ന്യൂസ് തങ്ങളുടെ 1-ാം സ്ഥാനം നിലനിർത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ വീണ്ടും ചരിത്രം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ചകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അടുത്ത കാലത്തായി മലയാളികൾ ഏറ്റവും അധികം സമയം TV ന്യൂസ് ചാനലുകൾക്ക് മുന്നിൽ ഇരുന്ന ആഴ്ചകളായിരുന്നു അവ. ഈ ആഴ്ചകളിലാണ് റിപ്പോർട്ടർ വീണ്ടും 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ബാർക്ക് റേറ്റിംഗിൽ റിപ്പോർട്ടർ ടി വിക്ക് വൻ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 29-ാം ആഴ്ചയിലെ ബാർക്ക് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 191 പോയിന്റുകൾ നേടിയാണ് റിപ്പോർട്ടർ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അടുത്ത കാലത്ത് ഒരു മലയാളം ന്യൂസ് ചാനലിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന റേറ്റിംഗാണിത്. മറ്റു ചാനലുകളെ ബഹുദൂരം പിന്നിലാക്കിയാണ് റിപ്പോർട്ടറിൻ്റെ മുന്നേറ്റം. 2-ാം സ്ഥാനത്ത് എത്തിയ ഏഷ്യാനെറ്റ് ന്യൂസ് ഏറെ പിന്നിലായെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ കണ്ട വാർത്താ ചാനലിൻ്റെ റേറ്റിംഗ് പട്ടികയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് 2-ാം സ്ഥാനമാണ് ഇപ്പോൾ ഉള്ളത്. 153 പോയിന്റുകളാണ് ഏഷ്യാനെറ്റ് ന്യൂസിനുള്ളത്. അതായത് റിപ്പോർട്ടറിനേക്കാൾ 38 പോയിന്റുകൾ കുറവ്. മുൻ ആഴ്ചയിൽ രണ്ടാമതുണ്ടായിരുന്ന 24 ന്യൂസ് ഇത്തവണ 125 പോയിന്റുമായി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കണക്കുകളിൽ 61 പോയിന്റുമായി മാതൃഭൂമി ന്യൂസ് 4-ാം സ്ഥാനത്തും 58 പോയിന്റുമായി മനോരമ ന്യൂസ് 5-ാം സ്ഥാനത്തുമാണ്. 42 പോയിന്റുമായി കൈരളി ന്യൂസ് 6-ാമതും 33 പോയിന്റുമായി ന്യൂസ് മലയാളം 7-ാം സ്ഥാനത്തുമാണുള്ളത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, CPM തങ്ങളുടെ ഔദ്യോഗിക ചാനലായി കണക്കുകൂട്ടുന്ന കൈരളി ന്യൂസ് ഈ ആഴ്ചയിൽ വലിയ മുന്നേറ്റം കാഴ്ചവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 8ഉം 9ഉം സ്ഥാനങ്ങൾ യഥാക്രമം ന്യൂസ് 18 കേരള, മീഡിയ വൺ എന്നീ ചാനലുകളാണ്. ന്യൂസ് 18 കേരളയ്ക്ക് 19 പോയിന്റും മീഡിയ വണ്ണിന് 13 പോയിന്റുകളുമാണ് ഉള്ളത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ വിയോഗമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്ത. മലയാളത്തിലെ എല്ലാ ചാനലുകളും മറ്റു വാർത്തകൾ മാറ്റിവെച്ച് VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട വാർത്തകളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. റിപ്പോർട്ടർ അടക്കമുള്ള ചില ചാനലുകൾ പരസ്യത്തിനായുള്ള ഇടവേള പോലും എടുക്കാതെ തുടർച്ചയായുള്ള റിപ്പോർട്ടുകൾ നൽകി വന്നു. എന്നാൽ അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് റിപ്പോർട്ടർ ടി വിയുടെ റിപ്പോർട്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പൂർണ്ണ സജ്ജീകരണങ്ങളോടെ റിപ്പോർട്ടർ ടി വിയുടെ ഒരു കാരവാൻ വിലാപയാത്രയ്ക്കൊപ്പം ആദ്യാവസാനം പങ്കെടുത്തിരുന്നു.
അപ്പോഴുള്ള എല്ലാ വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതുവഴി റിപ്പോർട്ടർ ടി വിക്ക് കഴിഞ്ഞു. ജനലക്ഷങ്ങളാണ് റിപ്പോർട്ടർ ടി വിയിലൂടെ വിലാപയാത്ര കണ്ടത്. എടുത്തു പറയേണ്ടത് ഒരു പാട്ടാണ്. സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ വിലാപയാത്ര റിപ്പോർട്ടർ ടി വി പ്രക്ഷേപണം ചെയ്തത് തുടർച്ചയായ 55 മണിക്കൂറുകളാണ്. ഈ സമയത്തെല്ലാം ആ പാട്ട് പശ്ചാത്തല സംഗീതമായി മുഴങ്ങിക്കേൾക്കുന്നുണ്ടായിരുന്നു. റിപ്പോർട്ടർ ടി വിയിലെ തന്നെ അസോസിയേറ്റ് എഡിറ്ററായ വിനേഷ് കുഞ്ഞിരാമൻ രചിച്ച് ഗോഡ്വിൻ സംഗീതം നൽകിയ ആ വിപ്ലവ ഗാനം വി എസിൻ്റെ വിലാപയാത്രയിൽ റിപ്പോർട്ടർ ടി വിയുടെ ട്രൈബ്യൂട്ടായി മാറി. വി എസിൻ്റെ വിലാപയാത്ര ജനലക്ഷങ്ങൾ റിപ്പോർട്ടർ ടി വിയിലൂടെ കണ്ടതുപോലെ തന്നെ അതിലേറെ പേർ ആ ഗാനവും ഏറ്റെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീയിൽ തളിർത്തു വരും നാമ്പാണവൻ, തോക്കിൻ മുനത്തുമ്പിൽ തോൽക്കാത്തവൻ, സകലമാലോക ഒന്നാകെ കേരളം കണ്ട ഏറ്റവും മഹാനായ വിപ്ലവ നായകന് ഉചിതമായ അന്തിമോപചാരം അർപ്പിച്ച റിപ്പോർട്ടർ ടി വിക്കുള്ള ഇടതുപക്ഷ പ്രവർത്തകരുടെ സ്നേഹം കൂടിയായി മാറി ഈ ആഴ്ച അവർക്ക് ലഭിച്ച ബാർക്ക് റേറ്റിംഗിലെ 1ാം സ്ഥാനം. റിപ്പോർട്ടർ ടി വി നേരത്തെ തുടർച്ചയായി 2 ആഴ്ച 1ാം സ്ഥാനത്ത് വന്ന കാര്യം പറഞ്ഞല്ലോ. അതിൽ 2ാമത്തെ ആഴ്ച ഏഷ്യാനെറ്റ് ന്യൂസ് 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. വ്യക്തമായ മേധാവിത്വത്തോടെ തന്നെയാണ് അന്ന് റിപ്പോർട്ടർ ടി വി 1ാം സ്ഥാനത്തേക്ക് കയറി വന്നത്. എന്നാൽ തൊട്ടടുത്ത ആഴ്ച റിപ്പോർട്ടർ ടി വി 3ാം സ്ഥാനത്തേക്ക് പോയി. ഇവിടെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, അന്ന് റിപ്പോർട്ടർ ടി വി 3ാം സ്ഥാനത്തേക്ക് പോയപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് 1ാം സ്ഥാനത്തേക്കാണ് വന്നത്. എന്നാൽ അതിന് തൊട്ട് മുൻപുള്ള ആഴ്ചയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിന്റിൽ വർധന ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പകരം സംഭവിച്ചത് റിപ്പോർട്ടർ ടി വിയുടെയും അതുപോലെ 24 ന്യൂസിൻ്റെയും പോയിന്റുകൾ ഇടിഞ്ഞ് അവർ പിന്നിലേക്ക് പോവുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിലും ഇടിവുണ്ടായെങ്കിലും അതൊരു ചെറിയ ഇടിവായതുകൊണ്ട് 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കാൻ പറ്റി. എന്തുകൊണ്ട് റിപ്പോർട്ടർ ടി വി തങ്ങളുടെ ബാർക്ക് റേറ്റിംഗിൽ ഇത്രയും പിന്നിൽ പോയി എന്നുള്ളത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചർച്ച ഉയർന്നു വന്നിരുന്നു. റിപ്പോർട്ടർ ടി വിയിലെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ സ്മൃതി പരുത്തിക്കാട് നയിക്കുന്ന ചർച്ചകളിൽ CPM പ്രതിനിധികളോട് അവർ കാണിക്കുന്ന അസഹിഷ്ണുതയാണ് അതിന് കാരണമായി പലരും ചൂണ്ടിക്കാട്ടിയത്. ചർച്ചയിൽ ഗസ്റ്റായി പങ്കെടുക്കുന്ന CPM പ്രതിനിധികളെ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുകയും മറ്റുള്ളവർ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾക്ക് അവർ മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ കയറി ഇടപെടുകയും ചെയ്യുന്ന സ്മൃതി പരുത്തിക്കാടിൻ്റെ രീതി CPM പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കിയിരുന്നു. റിപ്പോർട്ടർ ടി വിയിൽ നടക്കുന്ന സ്മൃതി പരുത്തിക്കാടിൻ്റെ ചർച്ചകൾ ബഹിഷ്കരിക്കണമെന്ന് ചില ആവശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് റിപ്പോർട്ടർ ടി വി ബാർക്ക് റേറ്റിംഗിൽ ഒറ്റയടിക്ക് താഴെ പോയത്. എന്തായാലും ആ ഒരു തിരിച്ചടി റിപ്പോർട്ടർ ടി വി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. റിപ്പോർട്ടറിൽ സ്ഥിരമായി ചർച്ചയ്ക്കെത്തുന്ന അരുൺകുമാർ തന്നെ സംസാരിക്കാൻ അനുവദിക്കാത്ത സ്മൃതി പരുത്തിക്കാടിൻ്റെ നിലപാടിനെതിരെ പലതവണ പ്രതിഷേധമുയർത്തിയിരുന്നു. ഇത്തരത്തിൽ CPM നേതാക്കളിൽ നിന്നും പ്രതിഷേധം ഉയരുമ്പോൾ സ്മൃതി ആ സമയത്ത് തിരുത്താനുള്ള മനോഭാവം കാണിക്കുമെങ്കിലും പിന്നീട് മറ്റൊരു ചർച്ചയിൽ ഇതേ സ്വഭാവം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് അവർ ചെയ്തിരുന്നത്. അന്ന് ബാർക്ക് റേറ്റിംഗിൽ റിപ്പോർട്ടർ ടി വി താഴേക്ക് പോയതോടെയാണ് മാനേജ്മെൻറ്റ് ഇക്കാര്യം ഗൗരവമായി എടുത്തത് എന്നാണ് സൂചനകൾ. കഴിഞ്ഞ ആഴ്ചകളിൽ സ്മൃതി പരുത്തിക്കാട് നയിച്ച ചർച്ചകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും സ്മൃതി CPM പ്രതിനിധികളോട് സ്ഥിരം പ്രകടിപ്പിക്കുന്ന അസഹിഷ്ണുത വെടിഞ്ഞ് സഹിഷ്ണുതയോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന്. CPM നേതാവ് VS അച്യുതാനന്ദൻ്റെ മരണാനന്തര ചടങ്ങുകൾ ഇടവേളകളില്ലാതെ സംപ്രേഷണം ചെയ്തതോടെ CPM പ്രവർത്തകർ ഉൾപ്പെട്ട ഇടതുപക്ഷ വിശ്വാസികൾ വീണ്ടും റിപ്പോർട്ടർ ടി വി കാണാൻ ആരംഭിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല മറ്റു പ്രധാന മാധ്യമങ്ങൾ തിരസ്കരിക്കുന്ന പല കാര്യങ്ങളും, അതായത് LDFനെ സംബന്ധിച്ചുള്ള പല വസ്തുതകളും റിപ്പോർട്ടർ ടി വി ജനങ്ങളിൽ എത്തിക്കാൻ തുടങ്ങിയതോടെ മടങ്ങിപ്പോയ പ്രേക്ഷകർ തിരികെ എത്തുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ LDF സർക്കാർ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി പടുത്തുയർത്തുന്ന ടൗൺഷിപ്പിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ടി വി ചെയ്ത വിശദമായ റിപ്പോർട്ട്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിവരുന്ന LDF സർക്കാർ പ്രവർത്തനങ്ങൾക്കെതിരെ UDFും BJPയും പടച്ചുവിടുന്ന നുണകൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെയെല്ലാം പ്രതിരോധിക്കുവാനുള്ള വസ്തുതകളായിരുന്നു റിപ്പോർട്ടർ ടി വി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിലൂടെ ഇടതുപക്ഷ പ്രവർത്തകർക്ക് ലഭിച്ചത്. റിപ്പോർട്ടർ ടി വിയുടെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകർ ഇടതുപക്ഷ അനുഭാവികളാണെന്നുള്ള തിരിച്ചറിവ് ടി വി മാനേജ്മെൻറ്റിന് മനസ്സിലായതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മറ്റു മാധ്യമങ്ങൾ ബഹിഷ്കരിക്കുന്ന ഇടതുപക്ഷ അനുകൂല വാർത്തകൾക്ക് ചാനൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മാധ്യമ മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ്. വരുന്ന ഓണം കഴിയുന്നതോടുകൂടി ജനങ്ങൾ ഏകദേശം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. ഓണാഘോഷം കഴിഞ്ഞ ഉടൻ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം എത്തിയേക്കും. അത് കഴിഞ്ഞാൽ ഇലക്ഷൻ ചൂടിലേക്ക് സംസ്ഥാനം മാറും.
ആ ചൂട് കഴിയണമെങ്കിൽ 2026 മെയ് മാസം പകുതി കഴിയണം. അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയണം. പറഞ്ഞു വന്നത്, ബാർക്ക് റേറ്റിംഗ് മുൻനിർത്തി വലിയ മത്സരമായിരിക്കും ഇനി മലയാള മാധ്യമ രംഗത്ത് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളതാണ്.